നേട്ടമായി മാറി. ആ വേദന പോലും അതിനേക്കാൾ വലിയൊരു അനുഗ്രഹത്തിലേക്ക് അത് ചെന്നെത്തിച്ചു. അതിന്റെ എല്ലാം പിന്നിൽ ഒരു കാരണമുണ്ട്. ആ സമയത്ത് ആ പ്രവാചകന്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നിയ മനസ്സാണ് ഈ അനുഗ്രഹത്തിന്റെ വാതിലിനെ തുറന്നത്. കഴുതകളെ തപ്പിപ്പോയ ആളിപ്പോ എവിടെ ഇരിക്കുന്നെ നോക്കിക്കേ. 30 പേരുണ്ട് വലിയോമാര്. കഴുതകൾ നഷ്ടപ്പെട്ടു പോയ സാവൂൾ ഇരിക്കുന്നത് അവരുടെ പ്രമുഖ സ്ഥാനത്തിരുത്തി. അടുത്ത് നോക്കണം, എന്നാ ഫുഡാ വിളമ്പിയെന്ന് എഴുതിയിട്ടുണ്ട്. പാചകമുണ്ടാക്കുന്നവരോട് അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് എടുത്തു വയ്ക്കാൻ പറഞ്ഞ ആ ഭക്ഷണം അപ്പോൾ അന്നത്തെ കാലത്ത് ഫോണോ വാട്സപ്പോ ഇല്ല. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നേരത്തെ പറഞ്ഞു, നാളെ വരുന്നവന് കൊടുക്കാനുള്ള ഭക്ഷണം എടുത്തു വെക്കണമെന്ന്. ദൈവം പറഞ്ഞ വാക്കൊന്നും കൂടെ വായിച്ചേ. ഭക്ഷണം ഉണ്ടാക്കുന്നവനോട് ദൈവ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിന്നോട്